തൊഴിലുറപ്പ് മേറ്റിന് ആവശ്യം വേണ്ട അടിസ്ഥാന യോഗ്യതകൾ: 18 വയസ്സ് പൂർത്തീകരിച്ചിരിക്കണം, വനിത ആയിരിക്കണം, തൊഴിൽ കാർഡ് ഉണ്ടായിരിക്കണം, ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചിരിക്കണം. തൊഴിലുറപ്പ് മേറ്റുമാർ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയിരിക്കണമെന്നോ പാസ്സായിരിക്കണമെന്നോ വ്യവസ്ഥയില്ല. എന്നാൽ 10ാം ക്ലാസ് കോഴ്സ് പൂർത്തീകരിച്ചിരിക്കേണ്ടതാണ്. പട്ടികവർഗക്കാരായ തൊഴിലുറപ്പ് മേറ്റിന് എഴുതുവാനും വായിക്കുവാനും അറിഞ്ഞിരുന്നാൽ മാത്രം മതിയാകുന്നതാണ്. പട്ടികവർഗക്കാരായ തൊഴിലാളികൾ ഉള്ള തൊഴിലിടങ്ങളിൽ സ്ഥലം മേറ്റ് നിർബന്ധമായും പട്ടികവർഗക്കാരായിരിക്കേണ്ടതാണ്. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ 10ാം ക്ലാസ് തുല്യതാ പരീക്ഷ പാസ്സായവർക്ക് തൊഴിലുറപ്പ് മേറ്റിന്റെ ചുമതല ഏറ്റെടുക്കാവുന്നതാണ്. 10ാം ക്ലാസ് തുല്യതാ പരീക്ഷ ജയിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ SSLC പരീക്ഷ ജയിക്കുന്നതിന് തുല്യമാണ്. എന്നാൽ തുല്യതാ പരീക്ഷ എഴുതിയത് കൊണ്ട് മാത്രം ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു എന്ന് പറയാനാകില്ല. തൊഴിലുറപ്പ് മേറ്റുമാർ സ്ത്രീകൾ മാത്രമായിരിക്കണമെന്നതാണ് സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ ബോധപൂർവം എടുത്തിട്ടുള്ള ഒരു നയമാണ്. കേരളത്തിൽ മാത്രമാണ് ഈ നയം നടപ്പാക്കിയിട്ടുള്ളത്. മസ്റ്റ് റോൾ, സൈഡ് ഡയറി എന്നിവയിൽ വിവരങ്ങൾ രേഖപ്പെടുത്തുക, അപേക്ഷകൾ പൂരിപ്പിക്കുക, ബാങ്ക് പാസ്ബുക്കിലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് തൊഴിലാളികളെ സഹായിക്കുക എന്നീ കാര്യങ്ങൾ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയായവർക്ക് മാത്രമേ തെറ്റുകൂടാതെ ചെയ്യുവാൻ കഴിയുകയുള്ളൂ. മാത്രമല്ല, ഈ യോഗ്യതയുള്ളവർ പട്ടികവർഗ മേഖലയൊഴിച്ച് കേരളത്തിൽ ലഭ്യവുമാണ്. ഗ്രാമപഞ്ചായത്തിലെ വാർഡ് തല കോർഡിനേഷൻ സമിതി പ്രവൃത്തി ഏറ്റെടുക്കുന്ന സ്ഥലത്തെ മേറ്റിനെ തിരഞ്ഞെടുക്കുന്നത്. ഇവരുടെ തിരഞ്ഞെടുപ്പ് ഭരണസമിതി അംഗീകരിച്ച ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നിയമന സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. ഒരു തൊഴിലുറപ്പ് പ്രവൃത്തി സ്ഥലത്ത് 40 തൊഴിലാളികൾ എങ്കിലും ഉണ്ടെങ്കിൽ ഒരു പൂർണ്ണ മേറ്റിനെ നിയമിക്കാവുന്നതാണ്. തൊഴിലിടത്തെ തൊഴിലാളികളുടെ എണ്ണം 40-ൽ കുറവാണെങ്കിൽ തൊഴിലാളികളിൽ ഒരാളെ മേറ്റിൻ്റെ ചുമതലകൾ ഏൽപ്പിക്കേണ്ടതാണ്. പൂർണ്ണ സമയ മേറ്റിന് തൊഴിലാളികളുടേതിന് സമാനമായ വേതനം ലഭിക്കുന്നതാണ്. എന്നാൽ വർക്കിംഗ് മേറ്റിന് തൊഴിലാളി എന്ന നിലയിലുള്ള കൂലി മാത്രമേ ലഭിക്കുകയുള്ളൂ. മസ്റ്റ് റോളിലെ ഹാജരിൻ്റെ അടിസ്ഥാനത്തിലാണ് തൊഴിലിടങ്ങളിൽ 40 തൊഴിലാളികളുണ്ട് എന്ന് കണക്കാക്കുന്നത്. 40-ൽ അധികം പേർ തൊഴിലിനായി അപേക്ഷിച്ചു എങ്കിൽ അത്രയും പേർക്ക് തൊഴിൽ അനുവദിച്ച് നൽകിയെന്നത് കൊണ്ട് മാത്രം ഒരു പൂർണ്ണ സമയ മേറ്റിനെ നിയോഗിക്കുവാൻ കഴിയുകയില്ല. ഒരു മേറ്റിന് പരമാവധി 100 ദിവസം മാത്രമാണ് മേറ്റിൻ്റെ ചുമതലകൾ ഏറ്റെടുക്കുവാൻ കഴിയുന്നത്. ഇതിനിടയിൽ മേറ്റ് തൊഴിലാളിയായി പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ആ ദിവസങ്ങളും ഈ 100 ദിനത്തിൽ ഉൾപ്പെടുന്നതാണ്. ചുരുക്കത്തിൽ, പ്രവൃത്തിയുടെ മേറ്റിന് തൊഴിലാളിയായും മേറ്റായും പരമാവധി 100 ദിവസത്തെ തൊഴിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. മേറ്റിൻ്റെ ചുമതല മാറി മാറി നൽകണമെന്നതാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഓരോ മസ്റ്റ് റോൾ കഴിയുമ്പോഴും മേറ്റിൻ്റെ ചുമതല മാറി നൽകുന്നതാണ് ഉത്തമം. ഒന്നിടവിട്ട് ആഴ്ചകളിൽ ചുമതലകൾ മാറി മാറി നൽകുന്നത് 6ാമത്തെ ദിവസം മസ്റ്റ് റോൾ ക്ലോസ് ചെയ്ത് വേതന വിതരണം നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ നടത്തുന്നതിന് സഹായിക്കുന്നതാണ്. പ്രവൃത്തി പൂർത്തീകരിച്ചു കഴിഞ്ഞ് എല്ലാ മസ്റ്റ് റോളും ഒന്നിച്ചു കൊണ്ടുവരുന്ന പ്രവണത ഒഴിവാക്കുന്നതിന് കൂടിയാണ് ചുമതല മാറി മാറി നൽകണമെന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത്. മേറ്റിന് തൊഴിലാളിയായും
പണിയെടുക്കുവാൻ കഴിയുന്നതാണ്. തൊഴിലാളിയായി പ്രവർത്തിച്ച് പരിചയ സമ്പന്നയായിരിക്കണം. പ്രവൃത്തി നടക്കുന്ന സ്ഥലത്തെ മേറ്റ് ഒരാൾക്ക് തൊഴിലാളിയായും മേറ്റായും പരമാവധി 100 ദിവസത്തെ തൊഴിലും കൂലിയും മാത്രമേ ലഭിക്കുകയുള്ളൂ. ഒരു തൊഴിലുറപ്പ് പ്രവൃത്തി നടക്കുമ്പോൾ തൊഴിൽ സ്ഥലത്ത് മുഴുവൻ സമയവും ഉണ്ടായിരിക്കേണ്ട വ്യക്തിയാണ് തൊഴിലുറപ്പ് മേറ്റ്. ആയതിനാൽ ആശാ വർക്കർമാർ, പട്ടികവർഗ പട്ടികജാതി പ്രൊമോട്ടർമാർ, അംഗൻവാടി പ്രവർത്തകർ എന്നിവർക്ക് തൊഴിലുറപ്പ് സ്ഥല മേറ്റായി പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. ചുമതലകൾ വഹിക്കുവാൻ പ്രവൃത്തി സ്ഥല മേറ്റായി ഇവർ പ്രവർത്തിക്കാതിരിക്കുന്നതാണ് ഉത്തമം. മാത്രമല്ല, ഓരോ കാലയളവിലെ പ്രവർത്തനങ്ങൾക്ക് 2 ഇടങ്ങളിൽ നിന്നും വേതനവും ഓണറേറിയവും കൈപ്പറ്റുന്നതും അഭികാമ്യമല്ല. ത്രിതല പഞ്ചായത്തുകൾ, മറ്റു സർക്കാർ സ്ഥാപനങ്ങൾ, കുടുംബശ്രീ മിഷൻ മുതലായവ വിളിച്ചു ചേർക്കുന്ന യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിന് തൊഴിൽ നടക്കുമ്പോൾ അവിടെ നിന്നും തൊഴിലുറപ്പ് മേറ്റ് പോകാൻ പാടില്ല. ഒരു പ്രവൃത്തി നടക്കുന്ന സമയത്ത് അവിടെ പൂർണ്ണ സമയം ഉണ്ടായിരിക്കേണ്ട വ്യക്തിയാണ് തൊഴിലുറപ്പ് മേറ്റ്. പ്രവൃത്തി സ്ഥല മേറ്റിന് തൊഴിലാളികളെപ്പോലെ ഒരു ദിവസത്തെ പൂർണ്ണ വേതനം നൽകുന്നുണ്ട്. ആയതിനാൽ യോഗങ്ങളുടെയും മറ്റും പേരിൽ തൊഴിലുറപ്പ് മേറ്റ് പ്രവൃത്തി സ്ഥലം വിട്ടു പോകുന്നത് ക്രമരഹിതമാണ്. തൊഴിലുറപ്പ് മേറ്റിന് ഒഴിവാക്കാനാവാത്ത യോഗങ്ങൾ CDS, ADS മുതലായ ഏതെങ്കിലും ആഴ്ചകളിൽ നടക്കുന്നുണ്ടെങ്കിൽ ആ യോഗങ്ങളിൽ പങ്കെടുക്കാനുള്ളവർ അത്തരം ആഴ്ചകളിൽ മേറ്റിൻ്റെ ചുമതല ഒരു കാരണവശാലും ഏറ്റെടുക്കരുത്. തൊഴിലുറപ്പ് മേറ്റിൻ്റെ ചുമതല: തൊഴിലുറപ്പ് പ്രവൃത്തി നടക്കുന്ന സ്ഥലത്ത് സൈറ്റ് ഡയറി, മസ്റ്റ് റോൾ, എസ്റ്റിമേറ്റ്, ഭരണാനുമതിയുടെയും സാങ്കേതിക അനുമതിയുടെയും കോപ്പികൾ എന്നിവ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. തൊഴിലുറപ്പ് പ്രവൃത്തി നടക്കുന്ന ദിവസം 2 പ്രാവശ്യം മസ്റ്റ് റോളിൽ ഒപ്പുകൾ രേഖപ്പെടുത്തിക്കുക. ജോലിയുടെ സമയക്രമം പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. സൈറ്റ് ഡയറിയിൽ രേഖപ്പെടുത്തേണ്ട കാര്യങ്ങൾ വീഴ്ച കൂടാതെ തന്നെ രേഖപ്പെടുത്തുക. സ്ഥലം സന്ദർശിക്കുന്നവർ ആവശ്യപ്പെടുന്ന പക്ഷം മസ്റ്റ് റോൾ അടക്കം എല്ലാ രേഖകളും പരിശോധിക്കുവാൻ നൽകുക. സൈറ്റ് ഡയറിയിൽ ആവശ്യമുള്ളവരുടെ നിരീക്ഷണങ്ങൾ എഴുതുവാൻ അനുവദിക്കുക. തൊഴിലിടങ്ങളിൽ തൊഴിലാളികൾക്ക് ആവശ്യമായ തൊഴിൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തിളപ്പിച്ചാറിയ കുടിവെള്ളം ലഭ്യമാക്കുക. പ്രഥമ ശുശ്രൂഷ കിറ്റ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഭക്ഷണം കഴിക്കുന്നതിനും ഉച്ചയ്ക്ക് 1 മണിക്കൂർ വിശ്രമിക്കുന്നതിനും ടാർപോളിൻ ഷീറ്റ് കൊണ്ടുള്ള തണൽ ലഭ്യമാക്കുക. 5 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെയും 5-ൽ താഴെയാണെങ്കിൽ അവരെ പരിപാലിക്കുക എന്നീ കാര്യങ്ങൾ തൊഴിലിടങ്ങളിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. പ്രൊജക്റ്റ് മീറ്റിംഗ് വിളിച്ചുകൂടുന്നതിന് വാർഡ് മെമ്പറെയും ഓവർസിയറെയും സഹായിക്കുക. തൊഴിലുറപ്പ് പ്രവൃത്തിയുടെ വിശദ വിവരങ്ങളടങ്ങിയ ബോർഡ് പ്രവൃത്തി സ്ഥലത്ത് സ്ഥാപിക്കുന്നതിൽ ഓവർസിയറെ സഹായിക്കുക. ജാഗ്രതാ സമിതി അംഗങ്ങളെ പ്രൊജക്റ്റ് മീറ്റിംഗിൻ്റെയും പ്രവൃത്തി നടപ്പാക്കുന്നതിൻ്റെയും തീയതികൾ അറിയിക്കുക. തൊഴിൽ കാർഡിൽ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ സഹായിക്കുക. തൊഴിലന്വേഷകരെ ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടുകൾ തുറക്കുന്നതിന് സഹായിക്കുക. ഒരു മസ്റ്റ് റോൾ 6-ാമത്തെ പ്രവൃത്തി ദിവസം ക്ലോസ് ചെയ്ത് തിരിച്ചേൽപ്പിച്ചില്ലെങ്കിൽ കൂലി വിതരണം
നടത്തുവാൻ നിശ്ചിത സമയത്തിനുള്ളിൽ കഴിയുകയില്ല. എല്ലാ മസ്ട്രോളും പ്രവൃത്തി പൂർത്തീകരിച്ച് അവസാനം തിരിച്ചേൽപ്പിക്കുവാൻ തീരുമാനിച്ചാൽ വേതനം വൈകിയതിൻ്റെ പ്രധാന ഉത്തരവാദി തൊഴിലുറപ്പ് മേറ്റായി മാറുന്നതാണ്. അത്തരം സാഹചര്യത്തിൽ തൊഴിലാളികൾക്ക് വേതനം വൈകിയതിൻ്റെ നഷ്ടപരിഹാരം നൽകേണ്ട ബാധ്യത തൊഴിലുറപ്പ് സ്ഥല മേറ്റിനായി മാറുന്നതാണ്. മസ്ട്രോൾ ക്ലോസ് ചെയ്താൽ 15 ദിവസത്തിനകം കൂലി ലഭിച്ചിരിക്കേണ്ടതാണ്. ഇങ്ങനെ ലഭിക്കാതെ വന്നാൽ 16ാമത്തെ ദിവസം മുതൽ ലഭിക്കുവാനുള്ള കൂലിയുടെ 0.05% തുക ഓരോ ദിവസവും നഷ്ടപരിഹാരമായി ലഭിക്കുമെന്നാണ് 2014 പുതുക്കിയ ഷെഡ്യൂൾ 2 വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. ഈ തുക തൽക്കാലം സർക്കാർ വഹിക്കുമെങ്കിലും പിന്നീട് വിശദമായ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൻ്റെ ഉത്തരവാദികളായവരിൽ നിന്നും ഈടാക്കണമെന്നതാണ് വ്യവസ്ഥ. മനഃപൂർവമോ അലംഭാവം മൂലമോ പാവപ്പെട്ടവരായ കൂലി തൊഴിലാളികളുടെ വേതനം മുടങ്ങുകയോ വൈകുകയോ ചെയ്യുന്നത് ഒഴിവാക്കുന്നതിനാണ് ഇങ്ങനെ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. മസ്ട്രോൾ ക്ലോസ് ചെയ്ത് ഓവർസിയറെ ഏൽപ്പിക്കേണ്ട ജോലി, പ്രവൃത്തിയുടെ മേറ്റ്, അളവുകൾ രേഖപ്പെടുത്തേണ്ട ഓവർസിയർ, മേലളവുകൾ എടുക്കേണ്ട അക്രഡിറ്റഡ് എഞ്ചിനീയർ, ഡാറ്റ എൻട്രി നടത്തി വേജ് ലിസ്റ്റ് തയ്യാറാക്കേണ്ട ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, ഫണ്ട് ട്രാൻസ്ഫർ ഓർഡർ ഒപ്പിട്ട് അയക്കേണ്ട ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പ്രസിഡന്റ് എന്നിവർ നിർദ്ദിഷ്ട ദിവസങ്ങൾക്കുള്ളിൽ അവ നടത്തുന്നു എന്നും പൂർത്തീകരിക്കുന്നുവെന്നും ആദ്യം ഉറപ്പുവരുത്തേണ്ടതാണ്. ഒരു തൊഴിലുറപ്പ് പ്രവൃത്തിയുടെ ദൈനംദിന കാര്യങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നത് ആ തൊഴിലുറപ്പ് പ്രവൃത്തിയുടെ സ്ഥല മേറ്റാണ്. എന്നാൽ സാങ്കേതിക കാര്യങ്ങളുടെ മേൽനോട്ടം വഹിക്കേണ്ടത് തൊഴിലുറപ്പ് എഞ്ചിനീയറും അക്രഡിറ്റഡ് എഞ്ചിനീയർ, ഓവർസിയർമാർ എന്നിവരാണ്. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. നമസ്കാരം.